കേരളത്തിലെ കൃഷിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം വിളവില്ലാത്തതല്ല, അതിന് വിലയില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കുന്ന ഒരാൾ കേരളത്തിലുണ്ട്. അതായത് കൃഷി നഷ്ടത്തിലാവുന്നു, അതുകൊണ്ട് ഇനി എന്ത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ആൾ തന്നെ ഉത്തരം കണ്ടെത്തി. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം വെള്ളരി കൃഷി, കണിവെള്ളരി കൃഷി ചെയ്ത് അത് ഒരുപാട് വിളവായി ലാസ്റ്റ് വിലയില്ലാതായപ്പോൾ ആൾ ചിന്തിച്ചു അതിൽ നിന്നും പെപ്റ്റിൻ വേർതിരിച്ചെടുക്കാം. അങ്ങനെ ആ പെപ്റ്റിൻ വേർതിരിച്ച് അതൊരു സൗന്ദര്യവർദ്ധക വസ്തുവാക്കി മാറ്റി. പക്ഷേ മാർക്കറ്റിങ്ങിനെല്ലാം ഒരുപാട് പ്രശ്നം വന്നു, അതുപോലെ ലൈസൻസിൻ്റെ പ്രശ്നം വന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആൾ ലൈസൻസും പേറ്റൻറ്റും എല്ലാം എടുത്ത് അതിപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു പോരാളിയെയാണ് നമ്മളിന്ന് കാണുന്നത്. സജി ഹിമാ ഹെർബൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്. ഇത് കോട്ടയം ജില്ലയിലെ മണിമല എന്ന് പറയുന്ന ഒരു കുഞ്ഞു സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനം. ഇതെൻ്റെ വീടാണ്. പുറ്റുമണ്ണിൽ എന്ന് അറിയപ്പെടും. അതുപോലെ തന്നെ WW ഹിമാ ഹെർബൽസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ബിസിനസ് നെയിമാണ് കേട്ടോ. ഈ സീസണിൽ ഇഷ്ടം പോലെ വെള്ളരിക്ക ഉണ്ടാവും. ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വിലയൊക്കെ കുറയും. വില കുറയുമ്പോൾ തന്നെ സാധാരണ കർഷകൻ ചെയ്യുന്നതെന്ന് അറിയോ, ഇനിയും വിലയില്ല, ഇനിയും കൃഷി ചെയ്യണ്ടെന്ന് പറഞ്ഞ് മാറിപ്പോവുക ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സമയത്ത് കൃഷി ചെയ്തിരുന്ന സമയത്ത് ഒത്തിരി സംഗതികൾക്ക് വിലയില്ലാതെ വന്നു. വെള്ളരിക്കയ്ക്ക് ആരും കൊടുത്താൽ എടുക്കും, പക്ഷേങ്കിൽ അവർ തിരിവ് പറയുന്നു, പിന്നെ വില തരുന്നില്ല. അങ്ങനെ ഞാൻ ഒരിക്കൽ ഇങ്ങനെ ചിന്തിച്ച് ഇതുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എൻ്റെ ചെറിയ അനുഭവങ്ങളുണ്ടായിരുന്നു. കോഴയിലെ കൃഷിയുടെ ക്ലാസ്സിനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് പേരയ്ക്കകത്തുനിന്നും ചക്കയ്ക്കകത്തുനിന്നും ഒക്കെ പെക്റ്റിൻ വേർതിരിക്കുന്ന കാര്യമൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഇതിനകത്തുനിന്ന് പെക്റ്റിൻ വേർതിരിക്കാവോ, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും കോസ്മെറ്റിക്കലായിട്ട് സാധനം ഉണ്ടാക്കാവോ എന്നൊക്കെ ഒരു ചിന്തയിൽ, ഞാൻ ഒരുപാട് നാളത്തെ ചിന്തയിൽ നിന്നും എനിക്കിതിനകത്തുനിന്നൊരു കോസ്മെറ്റിക് സാധനം ഉണ്ടാക്കാൻ പറ്റി. അതായത് മുഖത്ത് പറ്റുന്ന ഒരു ക്രീം. അപ്പോൾ അങ്ങനെ ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് ഞാൻ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മാർക്കറ്റിങ്ങിന് പാടായിരുന്ന സമയത്ത് എനിക്ക് ഇതിന് ലൈസൻസുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നീണ്ട നാളത്തെ പരിശ്രമത്തിനുള്ളിൽ ഞാൻ അതിൻ്റെ ലൈസൻസൊക്കെ ഉണ്ടാക്കി. ഇന്നിപ്പം ഈ വെള്ളരിക്കയിൽ നിന്ന് എനിക്ക് മൂല്യവർദ്ധിത പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. വെള്ളരിക്ക മാത്രമല്ല, ഞാൻ ചെയ്യുന്ന ഏത് സാധനവും വാല്യൂ ആഡഡ് തിങ്സായിട്ട് മാറ്റാൻ പറ്റും. അതായത് മഷ്റൂമിൽ നിന്നും മഷ്റൂമിൻ്റെ ക്യാപ്സ്യൂള്, അതുപോലെ മഞ്ഞളിൽ നിന്ന് മഞ്ഞളിൻ്റെ കുർക്കുമിൻ വേർതിരിച്ചെടുത്തിട്ടുള്ള കുർക്കുമിനോ ആംബ്യൂൾ എന്ന് പറയുന്ന സാധനങ്ങൾ. അങ്ങനെ നേരം ഞാൻ എന്നിലെ കൃഷിക്കാരനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി എന്നിലെ വ്യവസായിയെക്കുറിച്ചും ബിസിനസ്സുകാരനെക്കുറിച്ചും ഞാൻ പറയാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൃഷി നഷ്ടം വരുമ്പോൾ എല്ലാവരും കൃഷി ഇട്ടച്ച് പോകല്ലേ. അപ്പം കൃഷി നഷ്ടം വരുമ്പോൾ ഇട്ടച്ച് പോകല്ലേ ചെയ്യേണ്ടത്. അതിനകത്ത് മൂല്യവർദ്ധിതമായ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. ഇതേ ഒന്നാമത്തെ പ്രൊഡക്റ്റ് ഇതുണ്ടോ, പച്ചക്കുഴമ്പ്. അതായത് 23 ഐറ്റം പച്ചമരുന്നുകളുടെ നീരിൽ നിന്നുണ്ടാക്കുന്ന വേദന, നീര്, മരപ്പ്, വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളെ, തേയ്മാനം എന്നിവയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധനമാണ്. അതായത് ഇത് ചുമ്മാ ഉണ്ടാക്കി വെക്കുകയല്ല, ഡ്രഗ് ലൈസൻസോട് കൂടിയാണ്, പേറ്റൻ്റ് ഉണ്ട്, ഡോക്ടർമാർക്ക് കുറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റായി. അതിന് ഫാക്ടറി സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്നിലെ ഒരു കൃഷിക്കാരനെ ഒരു വ്യവസായിയായിട്ട് ഉണർന്നപ്പോഴാണ് അതുണ്ടായത്. ഇതുണ്ടോ, ഇത് വിവരങ്ങൾ നമ്മൾ മെയിൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.